ഹായ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിൽ വന്നിട്ടുണ്ടേ. മയ്യിൽ പാടിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അഗ്രി ഫാം ടൂറിസ്റ്റ് കേന്ദ്രമായ ഏബിൾ വില്ലേജിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഏബിൾ വില്ലേജിൻ്റെ ഗേറ്റ് കടന്ന പാട് താഴോട്ടേക്ക് ഒരു ഇറക്കാനേ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് പോവേന്ന്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കുമേ, എന്നാൽ നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അപ്പം നമ്മൾ മൂന്നാളും ഇങ്ങനെ നടന്ന് മെയിൻ എൻട്രൻസിൻ്റെ അടുക്ക് എത്താനായേ. സൈഡിലുള്ള ആ ഗുഹ പോലെയുള്ള ഭാഗത്തു നിന്നാട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 200 രൂപയാണേ. അപ്പോൾ ടിക്കറ്റിൽ എടുത്തു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവേന്നേ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും തിരക്കില്ലാണ്ടുമില്ല. പിന്നെ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പെറ്റ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എന്തെല്ലാം ഉള്ളതെന്ന് കണ്ടാലോ. പെറ്റ്സ് വില്ലേജിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് കൂടെ ഒരു ഗുഹ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ലൈറ്റ്സ് എല്ലാം ഉണ്ടേ. ഈ ഗുഹ പോലെ കാണുന്നത് കല്ലൊന്നും അല്ല കേട്ടോ, സിമൻ്റൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ടേക്ക് നടക്കുമ്പം അവിടെ ഒരു എൻട്രൻസിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സന്ദർശകർക്കുള്ള മനുഷ്യന്മാരായിട്ട് ഇണങ്ങിയ മൃഗങ്ങളാണെങ്കിലും നമ്മളവരെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തില്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ബോർഡിലുള്ളത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഈ കാണുന്ന വലിയ അക്വേറിയത്തിലാണ് കേട്ടോ. ചെറുതും വലുതുമായ ഒരുപാട് മീനുകളെ നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു അകലത്തിൽ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പം നമ്മൾ അമ്പുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഭാഗമാണേ. ഓനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിനെ, അമ്മ മീനതാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അതിനുശേഷം നമ്മൾ പോകുന്നത് പക്ഷികളെ ലോകത്തേക്കാണ് കേട്ടോ.
ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വ്യൂ ആണേ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. പിന്നെ ഈ കാണുന്ന അക്വേറിയത്തില്ലേ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റുമോ മീനിന്. അമ്പുടനോട് കൊടുക്കുന്നത് നമ്മൾ ചോദിച്ചിനെ. പിന്നെ ഓൻ പറഞ്ഞു ഇല്ല പേടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തേ. അപ്പോൾ അതെല്ലാം കണ്ട് നടന്ന് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോഴാണ് കേട്ടോ ഇവരെ കണ്ടത്. അപ്പം നമ്മളിങ്ങനെ അതെല്ലാം കണ്ടിട്ട് നടക്കുന്നതാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടൊരു മിസ്റ്ററി ഗുഹയും പിന്നെ കുട്ടികളെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണേ. പിന്നെ മിസ്റ്ററി ഗുഹയിൽ കയറാൻ പേടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുടൂനല്ല പേടി, എനക്കാ പേടി ഉണ്ടായിന്. അതുകൊണ്ട് നമ്മൾ കയറിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് പേടിക്കാൻ മാത്രമൊന്നുമില്ല കയറിക്കോ പറഞ്ഞു. പക്ഷെ നമ്മൾ കയറിയിട്ടില്ല. പിന്നെ കുട്ടികളെ പാർക്ക് അന്നേരം ഓപ്പൺ ആയിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് വരുമ്പം കുറേ അങ്ങോട്ട് ഒരു വലിയ പ്രതിമയുണ്ടേ. ആ പ്രതിമേനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കൂലേ. ഏത് സിനിമയാണെന്നും ആരാന്നെല്ലാം അറിയുന്നതായിരിക്കൂലേ. പിന്നെ കുറേ അങ്ങോട്ട് ഒരു ടോയ്സിൻ്റെ ഷോപ്പും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണ്ടെങ്കിൽ ഫുഡിൻ്റെ സൗകര്യം എല്ലാം അവിടെ ഉണ്ടേ. നമ്മൾ പക്ഷേ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ജ്യൂസ് കുടിക്കുകയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കാലിത്തൊഴുത്ത് കാണാൻ പോയേനെ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുമ്പോൾ അമ്പോട് പറയുന്നത് ടോയ്സ് വേണം. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെയും കൂടി ഒന്ന് കയറി കണ്ടിട്ടാകുമ്പോൾ ടോയ്സിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ടോയ്സിൻ്റെ ഷോപ്പിലെത്തിയേ. ഒരുപാട് ടോയ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ അമ്പുടിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു തോക്കാണേ. അങ്ങനെ നമ്മൾ അതാണേ വാങ്ങിയത്. കൂടെ ഒരു ഗ്ലാസും കൂടി ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ അതും വാങ്ങി നേരെ നടക്കുകയാണേ നമ്മൾ. അപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്ന എൻട്രൻസിലേക്ക് കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് സൈഡിൽ നമ്മൾ പാർക്ക് കണ്ടത്. പിന്നെ ഈ സമയത്തൊന്നും ആരും അവിടെ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഓപ്പൺ ആയിട്ടില്ല തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് ഫ്രെയിംസും ഉണ്ടാവും നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ. അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.